ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സ്റ്റഡി വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. എല്ലാവരുടെയും മുന്നിൽ ഞാൻ LDC 2024 തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി എൻ്റെ വീഡിയോ വന്നിട്ട്. തുടങ്ങാമെന്ന് പറഞ്ഞെല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ഒരു മാസത്തോളമായി ബുക്ക് തൊട്ട് നോക്കിയിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ PSC പഠിക്കുന്ന വീട്ടമ്മയാണ്. അതായത് വീട്ടമ്മയിലാറുമ്പിൽ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നൊരു വീട്ടമ്മ എന്ന് പറയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും ഒരുപാട്. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു, ഒരു മാസത്തെ ലീവ്. അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങളും മര്യാദയ്ക്ക് നോക്കണം. അതിൻ്റെ കൂടെ ഈ എക്സാമും പഠിക്കലും മക്കളെ കാര്യം നോക്കലും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനി അങ്ങോട്ട് ഹസ്ബൻഡ് പോയി കുറച്ചൊക്കെ നമുക്കൊരു ടൈമുണ്ട്. കൂട്ടുകുടുംബമാകുമ്പോൾ സുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതിൻ്റെ കൂടെ പഠിക്കലും കൂടിയാണ്. അപ്പോൾ സുഖമില്ലാതാകുമ്പോൾ പിന്നെ രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്. വീട്ടിലത്തെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ നമുക്ക് പഠനത്തിലെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിക്ക് ഖാദി ബോർഡ് LDCൻ്റെ എക്സാം ഉണ്ട്. ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല. ഒക്ടോബർ 14 ഉള്ള എക്സാമൊന്നുമില്ല. മെസ്സേജ് വരാത്തതുകൊണ്ട് അധികം വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല. LDCക്ക് പിന്നെ 2024 LDC ആണ്, ജനറലായിട്ടുള്ള LDC ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ സാവകാശം നോക്കാമെന്നുള്ളതിലാണ് ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ ഖാദി ബോർഡ് LDCൻ്റെ പ്രിലിംസ് പെട്ടെന്ന് അത് ഞാൻ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ അത് പെട്ടെന്ന് ഒരു മാസം കടന്നു പോയതൊന്നും പെട്ടെന്ന് അറിഞ്ഞില്ല, അതേ ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ റാങ്ക് ഫയലുമൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ ചെറിയ റാങ്ക് ഫയൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ നമ്മളെ മാരത്തോൺ ഉണ്ട്, സൈലത്തിൻ്റെ മാരത്തോൺ. വലിയ വീഡിയോ ഇക്കാരം, നല്ല 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെയുള്ള വലിയ വീഡിയോസാണ്. അതൊക്കെ ഞാൻ 2Xലൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇട്ട് കേൾക്കും. അതേപോലെയൊന്നും യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാമിനും ഞാൻ ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. മാരത്തോണിൻ്റെ വലിയ ക്ലാസ്സുകളുണ്ടാകും 4 മണിക്കൂറിൻ്റെയൊക്കെ. അതൊക്കെ സ്പീഡിലിടുമ്പോൾ നമുക്ക് ചിലതൊക്കെ അധികം നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ അതും റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യും, അറിയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടിയും കേൾക്കുകയും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ട് എല്ലാ ഭാഗവും ടച്ച് ചെയ്യും. ഇതാകുമ്പോൾ നമ്മൾ റാങ്ക് ഫയൽ എടുക്കുന്ന ഒരു ഭാഗം മാത്രം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് എങ്ങനെയായാലും അത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ വലിയ മാരത്തോൺ ക്ലാസ്സുകൾ എല്ലാവരും കാണുകയാണെങ്കിൽ അത്രയും നല്ലത്. മറ്റേ എൻട്രീൻ്റെ ഉണ്ട്, സൈലത്തിൻ്റെ ഉണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലിൽ അതുപോലെ വലിയ ക്ലാസ്സുകളുണ്ട്. പിന്നെ പിന്നെ നെറ്റൊക്കെ കൂടുതലുള്ളവർക്ക് സുഖമാണ്. എനിക്ക് പിന്നെ അധികം ഞാൻ നെറ്റ് ഇങ്ങനെ ക്ലാസ്സുകൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ ക്വാളിറ്റി കുറച്ച് വെക്കുക, പിന്നെ എഴുത്തും അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞു പോകണം ഇക്കാരം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്വാളിറ്റി കുറച്ച് വെക്കുക, സ്പീഡ് കൂട്ടുക. അപ്പോഴും നെറ്റ് ഒരുപാട് കഴിയില്ല. സ്പീഡ് കൂട്ടിയാൽ നമുക്ക് ക്ലിയർ ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിട്ട് ചെയ്യാം. എങ്ങനെയായാലും ടൈം നമുക്ക് 3.5 മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലുള്ള ലൈവ് റെക്കോർഡാണത്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും ചിലതിൽ ക്ലിയർ ഇല്ലാത്തത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ എല്ലാ ഭാഗങ്ങളും വേഗം ടച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നെപ്പോലെ ടൈമില്ലാത്ത വീട്ടമ്മമാർക്ക് ഇതുപോലത്തെ വലിയ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ്. എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.